ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിലൻ തോമസിൻ്റെ ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന കവിതയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ടോക്ക് എ ഫ്യൂ തിങ്സ് അബൌട്ട് ഡിലൻ തോമസ്. അദ്ദേഹം ജനിക്കുന്നത് 1914 ആൻഡ് ഹി ഡൈഡ് ഇൻ 1953. ഹി വാസ് എ വെൽഷ് പോയറ്റ് ആൻഡ് റൈറ്റർ. വെയിൽസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വെയിൽസ് ഇംഗ്ലണ്ടിൻ്റെയൊക്കെ നൈബറിങ് കൺട്രി തന്നെയാണ്. അദ്ദേഹം എഴുതുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. വെയിൽസിൽ ആണെങ്കിൽ പോലും അദ്ദേഹം എഴുതുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ രണ്ട് പോംസ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ദ വൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ, ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. മറ്റത് ഡെത്ത് ഷാൾ ഹാവ് നോ ഡൊമീനിയൻ, ആൻഡ് ഡെത്ത് ഷാൾ ഹാവ് നോ ഡൊമീനിയൻ. ദാറ്റ്സ് എ പോം. ദെൻ എ ചൈൽഡ്സ് ക്രിസ്മസ് ഇൻ വെയിൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ട്. ദാറ്റ്സ് എ പ്രോസ് വർക്ക്. അത് അദ്ദേഹം BBC റേഡിയോക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു വർക്കാണ്. ദെൻ എ പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് ഡോഗ്. That's a collection of short stories actually. According to David Holbrook, he had schizoid personality disorder. ഡേവിഡ് ഹോൾബ്രൂക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറയുന്ന അനുസരിച്ച് ഇദ്ദേഹത്തിനൊരു സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോബ്ലംസ് ഉള്ള ആളുകൾ സമൂഹത്തിൽ നിന്നും കുറച്ച് ഏലിയനേറ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. കുറച്ച് സമൂഹത്തിൽ നിന്നും അകന്ന് ജീവിക്കാനായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. ഈവൻ അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് പോലും അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ള ആളുകളായിരുന്നു ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ. അത്തരം ഒരു പ്രോബ്ലം ഡിലൻ തോമസിന് ഉണ്ടായിരുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു കവിതയെക്കുറിച്ചിട്ട് നോക്കാം. The poem Do Not Go Gentle Into That Good Night is a son's plea to a dying father. He tells his father that death is inevitable, but still people should fight bravely against it instead of gently yielding to. അപ്പം ഈ ഒരു കവിത ഡിലൻ തോമസ് അദ്ദേഹത്തിൻ്റെ ഫാദറെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. ഫാദറോടുള്ള ഒരു റിക്വസ്റ്റാണിത് അദ്ദേഹത്തിൻ്റെ. എന്താണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ പറയുന്നത് എന്ന് വെച്ചാൽ, മരണം, ഡെത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇനെവിറ്റബിൾ. എല്ലാ ആളുകൾക്കും വന്നു ചേരുന്ന ഒരു സംഗതിയാണ് ഡെത്ത്. നോ വൺ ക്യാൻ എസ്കേപ്പ് ഇറ്റ്. എങ്കിലും നമ്മൾ വളരെ പീസ്ഫുള്ളി മരണത്തിന് കീഴടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഫാദർക്ക് കൊടുക്കുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാദർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. എന്തായാലും ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു രീതിയിലാകരുത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ജെൻ്റ്ലി നമ്മൾ മരണത്തിലേക്ക് കീഴടങ്ങി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ഡെത്ത് ആസ് മച്ച് ആസ് വി ക്യാൻ. എത്രത്തോളം നമുക്ക് കഴിയും അത്രയും ഇതിനെ ഫൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കണം എന്നൊക്കെയാണ്. ഈ കവിത എഴുതുന്നത് അദ്ദേഹത്തെ ഫാദറെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫാദർ വായിച്ച് കേൾപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഫാദർ വായിച്ച് കേൾപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഫാദർ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു കവിത ഒരു വിലനൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു കവിതയാണ്. വിലനൽ എന്ന് പറയുന്നത് 19 ലൈൻ പോയറ്റിക് ഫോമാണ്. 19 വരെയുള്ള ഒരു ടൈപ്സ് ഓഫ് പോയട്രി. ഓക്കെ, അപ്പം ഇത് 19 വരെയാണ്. അത് 5 ടേഴ്സെറ്റായിട്ട് 5 ടേഴ്സെറ്റും ഒരു ക്വാർട്ടറിനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കവിതയെ ഫസ്റ്റത്തെ 5 സ്റ്റാൻസയിൽ 3 ലൈൻസാണ് ഉണ്ടാകുക. അതാണ് ഈ ടേഴ്സെറ്റ് മീൻസ്. 3 ലൈൻസുള്ള 5 സ്റ്റാൻസയാണ് 5 ടേഴ്സെറ്റ്. പിന്നെ ഒരു ക്വാർട്ടറൈൻ, അവസാനം 4 വരെയുള്ള ഒരു ലൈനും ഉണ്ടാവും, ഒരു സ്റ്റാൻസയും അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഈ വിലനലിൻ്റെ. ഇതിനകത്ത് 2 റൈം മാത്രമേ ഉള്ളൂ എന്ന് ദാറ്റ് ഇസ് അനദർ characteristics of this villanelle. ആൻഡ് ഇതിനകത്ത് 2 റെഫ്രെയിൻസ് ഉണ്ടാവും. 2 വരി, കവിതയിലുള്ള 2 വരി മറ്റുള്ള എല്ലാ സ്റ്റാൻസകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. റിപ്പീറ്റിംഗ് ലൈൻസ് ആണല്ലോ റെഫ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം 2 റെഫ്രെയിൻസ് ഈ ഒരു കവിതയിൽ ഉണ്ട്. അത് തന്നെ ഒന്നാമത്തെ സ്റ്റാൻസയുടെ ആദ്യത്തെ വരിയും അതിൻ്റെ അവസാനത്തെ വരിയും, അതായത് 3ാമത്തെ വരിയാണ് നമ്മുടെ പിന്നീടുള്ള സ്റ്റാൻസുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഈ 2 വരിയും ഒരേ സ്റ്റാൻസയിൽ ഉണ്ടാവില്ല. ഒരു സ്റ്റാൻസയിൽ 1ാമത്തെ വരിയാണെങ്കിൽ പിറ്റത്തെ സ്റ്റാൻസയിൽ വരുന്നത് 1ാമത്തെ സ്റ്റാൻസയുടെ 3ാമത്തെ വരിയായിരിക്കും. ആ രൂപത്തിലായിരിക്കും അതിൻ്റെ റിപ്പീറ്റേഷൻ വരുന്നത്. ആ 2 ലൈനും ഒരുമിച്ച്
അവസാനത്തെ സ്റ്റാൻസയിലും വരും. അതാണ് അതിൻ്റെ ആ ഒരു രീതി. ഓക്കെ, നമുക്കൊരു കവിതയിലേക്ക് കിടക്കാം. Do not go gentle into that good night. The title is actually the first line of the poem. Okay. Do not go gentle into that good night. Old age should burn and rave at close of day. Rage, rage against the dying of the light. So, I told you, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാദറെ അഡ്രസ്സ് ചെയ്യുകയാണ്. ആക്ച്വലി എന്താണ് അദ്ദേഹം പറയുന്നത്? ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഫാദർ മരിക്കാൻ കിടക്കുന്ന ഫാദറാണ്. ഫാദറോട് പറയുന്നത് മരണത്തിലേക്ക് നിങ്ങൾ വളരെ ജെൻറ്റിൽ, പതുക്കെ, വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾ മരണത്തിലേക്ക് അങ്ങനെ നടന്നു ചെല്ലാൻ പാടില്ല, അങ്ങനെ പോകരുത്. ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഇവിടെ മരണത്തെ അദ്ദേഹം നൈറ്റായിട്ടാണ് പറയുന്നത്. ഇവിടെ ഗുഡ് എന്നുള്ളതിനകത്തൊരു ഐറണി ഉണ്ട്. ഒരിക്കലും മരണം നല്ലതാകുന്നത് നമ്മൾ പറയാൻ പറ്റില്ല. എനിവേ ഹി യൂസസ് ദിസ് ഗുഡ് നൈറ്റ്. സോ ഡോണ്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഓൾഡ് ഏജ് ഷുഡ് ബേൺ ആൻഡ് റേവ് അറ്റ് ക്ലോസ് ഓഫ് ഡേ. ഈ പ്രായം ചെന്ന ആളാണല്ലോ ഫാദർ, ഹീസ് എൻ ഓൾഡ് മാൻ. സോ ഇൻ ദിസ് ഓൾഡ് ഏജ് യു ഷുഡ് ബേൺ. നമ്മളെന്ത് ചെയ്യണം? നമ്മളിങ്ങനെ കത്തണം വിത്ത് എനർജി. അതാണ് ഞാൻ മരിക്കാൻ പോകാമെന്ന് വിചാരിച്ചാൽ ആകെ ടെൻഷൻ അടിച്ച് ഡെത്ത് ബെഡിൽ ഇങ്ങനെ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിടക്കല്ല. യു ഷുഡ് ബേൺ, യു ഷുഡ് ബി വെരി ആക്റ്റീവ്, യു ഷുഡ് റേവ്. ദ നെക്സ്റ്റ് ഹി സേസ് യു ഷുഡ് റേവ്. റേവ് മീൻ ബി ലൈവ്ലി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ കവിതക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക. നമ്മൾ മരിക്കുന്ന സമയത്തും വി ഷുഡ് ബി വെരി ആക്റ്റീവ്, വി ഷുഡ് ബി ലൈവ്ലി അറ്റ് ക്ലോസ് ഓഫ് ഡേ ഓഫ് കോഴ്സ്, അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, വെൻ വി ആർ വെരി ക്ലോസ് ടു ഡെത്ത്. മരിക്കുന്നത് ആ ഒരു സമയത്ത്, മരിക്കാനാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ആക്റ്റീവായി നിൽക്കണം. ദെൻ അദ്ദേഹം പറയുന്നു റേജ്, റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്. ആ ഒരു ലൈറ്റ് ഇനി അവസാനിക്കാൻ പോവാണ്. ലൈറ്റ് അവസാനിക്കുന്നത് കൂടി ഡാർക്കായി, നൈറ്റായി. ദാറ്റ് മീൻസ് ഡെത്ത്. നൈറ്റിന് അദ്ദേഹം ഒരു ഡെത്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ റേജ്, റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്. ഈ ഒരു ലൈറ്റ് ഇവിടുന്ന് പോകുന്നു. സോ യു ആർ ഗോയിങ് ടു ഡൈ. സോ അതിനെതിരെ നീ ഫാദറോട് പറയുകയാണ് യു ഹാവ് ടു റേജ്, യു ഹാവ് ടു റേജ്. അദ്ദേഹം ഭയങ്കര ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട്, ഭയങ്കര ഫോഴ്സോട് കൂടിയിട്ട് അതിനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് റേജ് എന്നുള്ള വേർഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ഹാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദി ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ദ സ്പീക്കർ ഗിവ്സ് ദി എസെൻസ് ഓഫ് ദ പോം ഇൻ ദ ഫസ്റ്റ് സെറ്റ്, ദാറ്റ് നോ വൺ ഷുഡ് ഗിവ് അപ്പ് ലൈഫ് ആൻഡ് ആക്സെപ്റ്റ് ഡെത്ത് ജെൻറ്റ്ലി ഈവൻ ദോ ദേ ആർ വെരി ക്ലോസ് ടു ഇറ്റ്. അപ്പോൾ ഈ ഒരു കവിതയുടെ എസെൻസിനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ കാണാൻ പറ്റും. ആരും മരണത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതത്തെ അങ്ങനെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കാൻ പാടില്ല. മരണത്തിലേക്ക് നമ്മൾ സാവധാനം അങ്ങനെ കീഴടങ്ങി കൊടുക്കാൻ പാടില്ല. പകരം നമ്മളതിനെ ഫൈറ്റ് ചെയ്യണം. അതിനെതിരെ മാക്സിമം നമ്മളോട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ മരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം, മരിക്കാതിരിക്കാൻ നോക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം സ്റ്റാൻഡ്. Though wise men at their end know dark is right, because their words had forked no lightning, they do not go gentle into that good night. ഇനി ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്ന കാര്യത്തെ മാക്സിമം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇനി തുടർന്നുള്ള സ്റ്റാൻസകളിലൊക്കെ അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറഞ്ഞു ജെൻറ്റിലായിട്ട് മരണത്തിലേക്ക് പോകാൻ പാടില്ല, നമ്മൾ മാക്സിമം വി ഹാവ് ടു റേജ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് വൈസ് മെൻ എന്നുള്ളതിനെ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫിലോസഫേഴ്സ് ആൻഡ് സ്കോളാർസ്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരേത് രൂപത്തിലാണ് മരണത്തെ നേരിടുന്നത്, മരണത്തെ ഏത് രൂപത്തിലാണ് അവർ അഭിമുഖീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കറിയാം ഡാർക്ക് ഈസ് റൈറ്റ്. വൈസ് മെൻ അറ്റ് ദെയർ എൻഡ്, ജീവിതത്തിൻ്റെ അവസാന സമയത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവർക്കറിയാം ഡാർക്ക് ഈസ് റൈറ്റ്. ദാറ്റ് മീൻസ് ഡാർക്കാണ് ശരി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത് മരണം ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ആർക്കും മരണത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഡാർക്ക് ഈസ് റൈറ്റ് എന്ന് പറയുന്നത്. അവർക്കത് അറിയാം. ദെൻ ബിക്കോസ് ദിയർ വേർഡ്സ് ഹാഡ് ഫോക്കഡ് നോ ലൈറ്റനിങ്. അവർക്കൊരുപാട് അവരുടെ വേർഡ്സ് എന്ന് പറയുന്നത് അവരുടെ അറിവാണ്, ദെയർ നോളജാണ്. ദെയർ വേർഡ്സ് മീൻസ് ദെയർ നോളജ്. ഓക്കെ, സോ അവരുടെ വേർഡ്സ് ഫോർക്കഡ് നോ ലൈറ്റനിങ്, മീനിങ് ഈ ഫോർക്ക് എന്നുള്ളതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്
സ്പ്ലിറ്റ് എന്നൊക്കെ ഉള്ള അർത്ഥം. ഒരു ലൈറ്റനിങ്, ഒരു മിടിമിന്നലും ഉണ്ടാക്കിയില്ല അവരുടെ വാക്കുകൾ എന്നുള്ളത് ഏത് രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം? അവർ പഠിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ നോളജ് അവരോട് പറഞ്ഞിട്ടില്ല എന്ത്, മരണത്തെ വളരെ കാം ആയിട്ട് അല്ലെങ്കിൽ വളരെ പീസ്ഫുള്ളി മരണത്തെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ അവരുടെ വേർഡ്സ് അവരെ പഠിപ്പിച്ചിട്ടില്ല. മീനിങ് അവരുടെ നോളജ് അവരെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ദേ ഡു നോട്ട് ഗോ ജെൻറൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. അതുകൊണ്ട് ഈ വൈസ്മെൻ ആയിട്ടുള്ള ആളുകളും ഈവൻ ദോ ദേ ആർ നോളജബിൾ, ഈവൻ ദോ ദേ നോ ദാറ്റ് ഡെത്ത് ഈസ് ഇനെവിറ്റബിൾ, ദേ ഡു നോട്ട് ഗോ ജെൻറൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. എങ്കിൽ പോലും അവർ പോലും എന്ത് ചെയ്യുന്നില്ല, മരണത്തിലേക്ക് പതുക്കെ അങ്ങോട്ട് പോകുന്നില്ല. ദാറ്റ് മീൻസ് മരണത്തിന് കീഴടങ്ങി കൊടുക്കുന്നില്ല, സിംപിളി മരണത്തിന് കീഴടങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. ഇനി അടുത്ത കഴിഞ്ഞ സ്റ്റാൻസിൽ വൈസ്മെൻ, നല്ല സ്കോളേഴ്സ്, ഫിലോസഫേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നു. ദെൻ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഗുഡ് മെൻ ആണ്. ഗുഡ് മെൻ, ദി ലാസ്റ്റ് വേവ് ബൈ crying how bright their frail deeds might have danced in a green bay, rage rage against the dying of the light. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു ഈ ഒരു റിപ്പീറ്റേഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഡു നോട്ട് ഗോ ജെൻറലി ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റാൻസയുടെ അവസാനത്തെ ലൈനായിട്ട് വന്നത്. ഇവിടെ മൂന്നാമത്തെ സ്റ്റാൻസയുടെ അവസാനത്തെ ലൈനായിട്ട് വരുന്നത് റേജ് റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദി ലൈറ്റ്, ഒന്നാമത്തെ സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈന്. ഇങ്ങനെയാണ് ഇതിങ്ങനെ ഒന്നിടവിട്ടുള്ള സ്റ്റാൻസകളിൽ ഇങ്ങനെ ഓരോ ലൈൻസ് ഇങ്ങനെ മാറി വരുന്നതായിട്ട് കാണാം അവസാനത്തെ വരി. ഓക്കെ, ഇനി ഗുഡ് മാനിനെ കുറിച്ച് പറയുന്നു. ഗുഡ് മാൻ എന്ന് പറയുന്നത് ആരായിരിക്കാം? ഈ നമ്മുടെ ഈ ഒരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട്, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്മയൊക്കെ ചെയ്യുന്ന നല്ല നല്ല ആളുകൾ. അവരെങ്ങനെയാണ് മരണത്തെ നോക്കിക്കാണുന്നത് എന്ന് ഇതൊക്കെ ഇദ്ദേഹം ഫാദറോട് പറയുന്ന കാര്യമാണ്. ആ ഫാദറാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. എങ്കിലും ഇതൊരു യൂണിവേഴ്സലി എല്ലാ ആളുകൾക്കും സ്വീകരിക്കാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഗുഡ് മാൻ, ദി ലാസ്റ്റ് വേവ് ബൈ ക്രൈങ് ഹൗ ബ്രൈറ്റ് ദ ഫ്രെയിൽ ഡീഡ്സ് മൈറ്റ് ഹാവ് ഡാൻസ്ഡ് ഇൻ എ ഗ്രീൻ ബേ. നല്ല ആളുകൾ അവരുടെ ലാസ്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ആ അവസാന സമയത്ത് ദേ വിൽ ബി ക്രൈങ് ഹൗ ബ്രൈറ്റ് ദെയർ ഫ്രെയിൽ ഡീഡ്സ് മൈറ്റ് ഹാവ് ഡാൻസ്ഡ് ഇൻ എ ഗ്രീൻ ബേ. ദാറ്റ് മീൻസ് ഇവർ ക്രൈ എന്നുള്ളത് അവർ സാധാരണ ഉള്ള കരച്ചിലല്ല, അവർ ഇങ്ങനെ വിളിച്ചു കൂവുന്നുണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ്. എന്തായിരിക്കും? ദേ മേ ബി തിങ്കിങ് ദാറ്റ് അവരുടെ ഈ ഫ്രെയിൽ ഡീഡ്സ്, അവരൊരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഈ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു, എന്നാൽ അതിൽ ചില കാര്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഫ്രെയിൽ, ദാറ്റ് മീൻസ് ഫെയിൽ എന്നുള്ള ഒരർത്ഥത്തിൽ ഫെയിൽഡ് ഡീഡ്സ് ആണ് ഫ്രെയിൽ ഡീഡ്സ്. ആ ഫെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈറ്റ് ഹാവ് ഡാൻസ്ഡ്, ദാറ്റ് മീൻസ് മൈറ്റ് ഹാവ് ഡാൻസ്ഡ് എന്നുള്ളത് അതെല്ലാം നൃത്തം ചെയ്യുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ടാവാം, അതിനെല്ലാം സക്സസ്ഫുള്ളാക്കാൻ സാധിക്കും. ഇവരൊരുപാട് നന്മകൾ ചെയ്തു, പക്ഷേ ചില കാര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട കാര്യങ്ങളെ കൂടെ അവർക്ക് സക്സസ്ഫുള്ളാക്കാൻ പറ്റും. അത്തരം ഫ്രെയിൽ ഡീഡ്സ്, പരാജയപ്പെട്ട കാര്യങ്ങൾ, പ്രവൃത്തികൾ, ദാറ്റ് ഈസ് വാട്ട് ഡീഡ്സ്. പരാജയപ്പെട്ട പ്രവൃത്തികളെ കൂടി അവർക്ക് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇൻ എ ഗ്രീൻ ബേ. ഗ്രീൻ ബേ ശരിക്കും ബേ എന്ന് പറയുന്നത് ഈ കടലിൻ്റെ ഇങ്ങനെയുള്ളതാണ് കേട്ടോ. ഇങ്ങനെയുള്ളൊരു ഈ ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഏരിയയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ കേവായിട്ട് 3 ഭാഗത്തും കര ഉണ്ടാകുന്ന രൂപത്തിലുള്ള ആ ഒരു സംഭവം. ഇവിടെ ആ ഒരു ഭൂമിയിൽ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ ആയിരിക്കാം ഇവിടെ അദ്ദേഹം ആ ഒരു ഗ്രീൻ ബേ എന്നുള്ളത് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ അവരുടെ പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം, പ്രവൃത്തികളെല്ലാം ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്ക് സക്സസ്ഫുൾ ആക്കാൻ കഴിയുമായിരുന്നേനെ എന്ന് അവർ പറയും. അണ്ടർസ്റ്റാൻഡ്? അതവർ വിളിച്ചു കൂവുന്നുള്ള ദേ വിൽ ബി ക്രൈയിങ്. യു അണ്ടർസ്റ്റാൻഡ്? ദെൻ അവരും എങ്ങനെയാണ് പോകുന്നത്? ദേ റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ലൈറ്റ്. ഈ ഒരു മരണത്തിനെതിരെ അവരും ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ ഗുഡ് മാൻ. അവരും സിമ്പിളായിട്ട് മരണത്തിലേക്ക് അങ്ങോട്ട് വന്നു ചെല്ലല്ല ചെയ്യുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? മാക്സിമം അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ മരണത്തിനെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതേ പറയുന്നത് എന്താ? മാക്സിമം നല്ല രൂപത്തിൽ ജീവിക്കുക, അവസാനത്തെ മൊമെൻറ്റ് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനോട് പറയാൻ ശ്രമിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദി നെക്സ്റ്റ് സ്റ്റാൻസ. Wild men who caught and sang the sun in flight and learned too late, they grieved it on its way, to not go gently into that good night. ഇനി അടുത്തത്
വൈൽഡ് മെൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ വൈൽഡ് മെൻ എന്ന് പറയുന്നത് ആരായിരിക്കാം? ജീവിതത്തെ വളരെ വൈൽഡായിട്ട് എടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ വളരെ കെയർലെസ്ലി ജീവിക്കുന്ന ആളുകൾ, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ജീവിതം മാക്സിമം എൻജോയ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ മാക്സിമം ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കെയർലെസ്സായി ജീവിക്കുന്ന ആളുകളെ അറിയാം. അവരെ കുറിച്ചിട്ടാണ് ഇതിനടുത്ത് പറയുന്നത്. അവരും ഏത് രൂപത്തിൽ തന്നെയാണ്? അവരും മരണത്തേക്ക് പതുക്കെ ജെൻ്റ്ലി ചെല്ലുന്ന ആളുകളല്ല. അവർ മാക്സിമം മരണത്തെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നതാണ്. വൈൽഡ് മെൻ എന്ന് പറഞ്ഞിട്ട് നോക്കൂ. ഹു കോട്ട് ആൻഡ് സാങ് ദ സൺ ഇൻ ഫ്ലൈറ്റ്. ഇത് അവരുടെ എത്രമാത്രം അവർ ജോയ്ഫുള്ളിയാണ് ജീവിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ സൂര്യനെ പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് ദ കോട്ട് ആൻഡ് സാങ് ദ സൺ. അപ്പം സൺ ഇൻ ഫ്ലൈറ്റ് എന്ന പറക്കുന്ന സമയത്ത്, ഫ്ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ദേ കോട്ട് ദ സൺ. അവർ പറക്കുമായിരുന്നു. ദീസ് പീപ്പിൾ വെർ ഫ്ലൈയിങ്, ദേ വർ എൻജോയിങ്. ദീസ് വൈൽഡ് മെൻ ദേ ഈവൻ കോട്ട് ദ സൺ. സൂര്യനെപ്പോലും കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രമാത്രം എൻജോയ്മെൻ്റ് ആയിരുന്നു. അത്രയും കെയർഫുൾ ആയിട്ട് ജീവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ദേ വർ ഓൾവേസ് സിംഗിങ്. എ കോട്ട് ആൻഡ് സാങ്. They're always singing about this nature and all these kinds of. സൺ എന്നുള്ളത് ഒരു പക്ഷേ ഈ നേച്ചറിനെ പ്രതിനിധീകരിച്ചു കൊണ്ടായിരിക്കാം പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? They were enjoying in this nature. They caught the nature in their imagination. No, they were singing about this nature. They were too happy. അങ്ങനെ വളരെ കെയർലെസ് ആയിട്ട് നടന്നു. എന്നിട്ട് അവർ നോക്കൂ, ആൻഡ് ലേൺ ടു ലേറ്റ്. അവരവസാനം അവർ തിരിച്ചറിയാണ്. ദേ ഗ്രീവ്ഡ്. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് അവർ ദുഃഖിക്കുന്നുണ്ട്. ഇറ്റ് ഓൺ ഇറ്റ്സ് വേ. ഇങ്ങനെയൊക്കെ അതായതിന്, ഈ രീതിയിൽ ഇറ്റ്സ് വേ, ഈ ഒരു രീതിയിലൊക്കെ അതായതിനെ കുറിച്ചിട്ട് അവർക്ക് ദേ ആർ ഗ്രീവിങ്. അവർ സങ്കടപ്പെടുന്നുണ്ട്. അവർ ഒരുപാട് ചില കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ കെയർലെസ്സായി ജീവിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും ചെയ്യണം എന്ന് ഇവരും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി കൊടുക്കേണ്ട, അവർ കീഴടങ്ങുന്നില്ല, കീഴടങ്ങാത്ത ആളുകളാണ്. സോ ദേ ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്തരം ആളുകൾ? ദേ എൻജോയ് എവറി ബിറ്റ് ഓഫ് ദ ലൈഫ്. ഇറ്റ്സ് ഓൺലി ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ലൈഫ് ദേ റിയലൈസ് ദാറ്റ് ദേ ഹാവ് വേസ്റ്റഡ് ദെയർ പ്രീഷ്യസ് ടൈം. ഇവിടെ പ്രധാനപ്പെട്ട അവർ പ്രീഷ്യസ്, വിലമതിക്കാനാവാത്ത സമയമൊക്കെ വേസ്റ്റാക്കി അവസാനമാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അവർ വിഷ് ചെയ്യുന്നു അവസാനം. ആൻഡ് വിഷ് ദേ ഹാഡ് ഗോട്ട് മോർ ടൈം. കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? സോ ദേ ഡോണ്ട് ഗിവ് ഇൻ ടു ഡെത്ത് ഈസിലി. വളരെ ഈസിലി മരണത്തിന് അവർ കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. റൈറ്റ്. ഇനി വേറൊരു വിഭാഗം ആളുകൾ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഗ്രേവ് മാൻ നിയർ ഡെത്ത് who see with blinding sight, blind eyes could blaze like meteor and be gay. Rage against the dying of the light. ഈ ഗ്രേവ് മെൻ എന്ന് പറയുന്നത്, ഗ്രേവ് എന്നുള്ളതിൻ്റെ സീരിയസ് എന്നുള്ളൊരു അർത്ഥമാണ്. ആക്ച്വലി സീരിയസ് മെൻ ആണ് ഗ്രേവ് മെൻ. അപ്പം ഈ ഗ്രേവ് മെൻ മരണം അടുക്കുന്ന സമയത്ത് നിയർ ഡെത്ത്, ഗ്രേവ് മെൻ നിയർ ഡെത്ത് ഹൂ സീ വിത്ത് ബ്ലൈൻഡിങ് സൈറ്റ്. അവരുടെ കണ്ണടയുന്ന ആ ഒരു സമയത്ത് പോലും, ആ ഒരു ബ്ലൈൻഡ് ആകുന്ന മരിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലൈൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൈൻഡിങ് സൈറ്റ്, മങ്ങിയ കണ്ണുള്ള ആ ഒരു സമയത്ത് പോലും എന്ത് ചെയ്യുന്നു? റേജ് അഗെയിൻസ്റ്റ് ഡൈയിങ് ഓഫ് ദി ലൈറ്റ്. അവർ ഇതിനെതിരെ ഫൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്, ഈ സീരിയസ് ആയിട്ടുള്ള ആളുകളും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംബിഗസ് ആയിട്ടുള്ളൊരു വേർഡാണ് ഈ ഗ്രേവ് എന്നുള്ളതിന്. ഒരു പക്ഷേ സീരിയസ് എന്നുള്ള അർത്ഥമുണ്ട്, അതേസമയം ഒരു പക്ഷേ ഈ ഡൈയിങ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടും സിക്കായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടും ഒരു പക്ഷേ ആ രൂപത്തിലും അങ്ങനെ പറയാറുണ്ട് ഗ്രേവ് എന്നുള്ളത്. അപ്പം അതിൽ ഏതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. ഒരു പക്ഷേ രണ്ടും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഇറ്റ് ഈസ് അപ് ടു ദ റീഡർ. എനിവേ നമുക്ക് സീരിയസ് പീപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയാം. ഗ്രേവ് മെൻ നിയർ ഡെത്ത്, എല്ലാ കാര്യത്തിലും സീരിയസ് ഒക്കെ ആയിട്ട് എടുക്കുന്ന ആളുകൾ, അവരും എന്ത് ചെയ്യുന്നു? ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരും ഇതിനെതിരെ ഫൈറ്റ് തന്നെയാണ്. ദെയർ ബ്ലൈൻഡ് ഐസ് കുഡ് ബ്ലേസ് ലൈക്ക് മീറ്റിയർ ആൻഡ് ബി ഗേ. അവരുടെ ഈ ബ്ലൈൻഡ് ഐസ്, കണ്ണടയുന്ന സമയത്തുള്ള ആ ഒരു മൊമെൻറ്റിലാണ് അത് അവരുടെ കണ്ണുകൾ ഇങ്ങനെ ബ്ലേസ് ചെയ്യും, കത്തിത്തിളങ്ങുന്നുള്ള. ഇറ്റ് വിൽ ബേൺ, ദെയർ ഐസ് വുഡ് ബേൺ ലൈക്ക് മീറ്റിയർ. ദാറ്റ് മീൻസ് ഉൽക്ക,
ഈ ഉൽക്ക പോലെയൊക്കെ അത് കത്തിത്തിളങ്ങുന്നത് ആൻഡ് ബി ഗേ. ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രൈറ്റ്, തിളങ്ങുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് അത് ആ വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവർ മരിക്കാൻ നേരത്ത് അവരും ഭയങ്കരം യുനോ ദേ ആർ ബ്ലേസിങ്, യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ എല്ലാവർക്കും കുറേ ടൈപ്സ് ഓഫ് ആളുകളെ അദ്ദേഹം പറഞ്ഞു. ഈ ആളുകളെല്ലാം മരണത്തിന് സിമ്പിളായിട്ട് കീഴടങ്ങുന്നതല്ല, എല്ലാ ആളുകളും മരണത്തിനെതിരെ മാക്സിമം ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റാൻസ, ദ ലാസ്റ്റ് സ്റ്റാൻസ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഫാദറെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് യു മൈ ഫാദർ ദർ ഓൺ ദി സാഡ് ഹൈറ്റ് curse, bless me now with your fierce tears, I pray. Do not go gentle into that good night, rage against the dying of the light. ഏതാണ് പറഞ്ഞ അവസാനത്തെ സ്റ്റാൻസയിൽ 2 റിഫ്രെയിനും അടുപ്പിച്ച് വരുന്നുണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് യു മൈ ഫാദർ ദർ ഓൺ ദി സാഡ് ഹൈറ്റ്. ഈ സാഡ് മൊമെൻറ്റിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത് അദ്ദേഹം. ഹീ ഈസ് അബൌട്ട് ടു ഡൈ, ഓൾമോസ്റ്റ് മരണത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഇദ്ദേഹം പറയുക, എന്നെ നിങ്ങൾ കേഴ്സ് ചെയ്യൂ, അതേസമയം തന്നെ ബ്ലെസ്സും ചെയ്യണം. കേഴ്സ് ചെയ്യുന്നതും ശപിക്കുന്നതും ബ്ലെസ് ചെയ്യുന്നതും ഒരേ സമയത്ത്. എങ്ങനെയാണത് ചെയ്യേണ്ടത്? വിത്ത് യുവർ ഫിയേഴ്സ് ടീയേഴ്സ്. നിങ്ങൾ ഒന്ന് കരഞ്ഞിട്ട് എന്നെ ഒന്ന് കേഴ്സ് ചെയ്യണം, അതുപോലെ തന്നെ എന്നെ ബ്ലെസ് ചെയ്യും വേണം. ഐ പ്രേ, ഐ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഇതൊന്ന് വായിച്ച് നോക്കൂ. ഹി ബെഗ്സ് ഹിസ് ഫാദർ ടു ക്രൈ പാഷനേറ്റ്ലി. ഭയങ്കര പാഷനേറ്റ്ലി ക്രൈ ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അത് ഇദ്ദേഹം പറയുന്നു, ദാറ്റ് വിൽ ബി ബോത്ത് എ കേഴ്സ് ആൻഡ് എ ബ്ലെസ്സിങ്. രണ്ടും ഒരേ സമയമാണ് ആ കരച്ചിൽ. ഇത് ഒരു കേഴ്സാണ്. ഏത് രൂപത്തിൽ? ഇറ്റ് ഈസ് ഹാർട്ട് ബ്രേക്കിംഗ് ഫോർ ഹിം ടു സീ ഹിസ് ഫാദർ ക്രൈങ്. ഫാദർ കരയുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സീനാണ്. ദാറ്റ് ഈസ് എ കേഴ്സ്. എന്നാൽ ഇത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊരു ബ്ലെസ്സിങ് ആണ്. ഇറ്റ് മേക്സ് ഹിം ഹാപ്പി ബിക്കോസ് ഹിസ് ഫാദർ ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഡെത്ത്. മരണത്തിനെതിരെ ഫാദർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ കരച്ചിൽ. കേവലം മരണത്തിന് സ്വയം അങ്ങോട്ട് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിളാണ് കരച്ചിൽ. ഇൻ ദാറ്റ് സെൻസ് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസ്സിങ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് പോം. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇതിൻ്റെ ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ തീം വി ഷുഡ് നോട്ട് സറണ്ടർ ടു ഡെത്ത്. മരണത്തേക്ക് നമ്മൾ പെട്ടെന്ന് സറണ്ടർ ചെയ്യാൻ പാടില്ല, കീഴടങ്ങി കൊടുക്കാൻ പാടില്ല, ഈസിലി നമ്മൾ സറണ്ടർ ചെയ്യണം. വി ഷുഡ് നോട്ട് സറണ്ടർ ടു ഡെത്ത് ഈസിലി. ഇൻസ്റ്റെഡ് വി ഷുഡ് ട്രൈ അവർ ബെസ്റ്റ് ടു റെസിസ്റ്റ് ദ ഡെത്ത്. ദാറ്റ് ഈസ് ദ തീം ഓഫ് ദിസ് പോയം. I hope that you understood it. And നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. അതിനകത്ത് കമൻറ്റിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാം. then I will try to answer those questions. Okay.